വീണ്ടും വരുന്നവനായ കർത്താവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ബലിയും ദിവ്യകാരുണ്യ ആരാധനയും കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രാർത്ഥന ജപമാലയാണല്ലോ. ഇതിൽ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തോടൊപ്പം നമ്മൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തെ ആരാധിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരു 53 മണി ജപമാലയിൽ നമ്മൾ ഈശോ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന 6 പ്രാവശ്യം ചൊല്ലുന്നു. ആ ഒരു പ്രാർത്ഥനയിൽ 5 തിരുവചനങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ 30 വചനങ്ങളാണ് ഈ 6 പ്രാവശ്യം ചൊല്ലുന്നതിൻ്റെ ഫലമായി ചൊല്ലുന്നത്. ഈ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ നാം അന്നന്ന് വേണ്ടുന്ന ആഹാരത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ആഹാരം എന്ന് പറഞ്ഞാൽ ആഹാരത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളായ വിദ്യാഭ്യാസം, ജോലി മുതലായവയൊക്കെ ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മൾ പാപസാഹചര്യങ്ങളിൽ ഉൾപ്പെടാതിരിക്കാനും ശത്രുവായ സാത്താനിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അതുപോലെ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും നിറവേറണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിലാക്കിയ അവസരത്തിൽ അവന് ചേർന്ന ഇണയെ നൽകി സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ എന്നുമല്ലേ പറഞ്ഞത്. ഇതൊക്കെയും ദൈവത്തിൻ്റെ തിരുമനസ്സിൻ്റെ ഭാഗമല്ലേ. ഈ ഒരു പ്രാർത്ഥനയിൽ തന്നെ ആഹാരം, വിദ്യാഭ്യാസം, ജോലി, വിവാഹം, സന്താനങ്ങൾ, ഇങ്ങനെ ഈ ഭൂമിയിൽ നമുക്കാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നു. ഈ ഒരു ജപമാലയിൽ 53 പ്രാവശ്യം നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലുന്നു. ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപത്തിൽ 3 തിരുവചനങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ 53 × 3 = 159 പ്രാവശ്യം തിരുവചനങ്ങൾ ചൊല്ലുന്നുണ്ട്, ഏറ്റുപറയുന്നുണ്ട്. ഈ 2 ജപങ്ങളിലെയും തിരുവചനങ്ങൾ കൂട്ടിയാൽ നമ്മൾ 189 പ്രാവശ്യം നമ്മൾ തിരുവചനങ്ങൾ ചൊല്ലുന്നു. ഉച്ചത്തിലാണല്ലോ നമ്മൾ ചൊല്ലുന്നതും. അപ്പോൾ നമുക്കറിയാം, ദൈവവചനം ദൈവം തന്നെയാണ്. ഈ വചനത്തിന് ജീവനുണ്ട്. ഈ ഭൂമി നശിച്ചാൽ പോലും നമ്മൾ ചൊല്ലുന്ന ദൈവവചനം നശിക്കില്ല. ശബ്ദം ഒരു ഊർജ്ജമാണല്ലോ. ഊർജ്ജത്തെ നശിപ്പിക്കാൻ പറ്റില്ല. മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നുവെന്നേയുള്ളൂ. തരംഗ രൂപത്തിൽ അന്തരീക്ഷത്തിൽ കിടക്കും. നമ്മൾ പറയുന്ന ഓരോ വാക്കും, ഓരോ ദൈവവചനവും ഈ അന്തരീക്ഷത്തിൽ കിടന്ന് നമ്മുടെ അനന്തര തലമുറകളിലേക്ക് ജീവനായി, അവർക്കൊരു സംരക്ഷണ കോട്ടയായി അവരെ പൊതിഞ്ഞു സൂക്ഷിക്കും. ഈ ജപമാലയിൽ നമ്മൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും 6 പ്രാവശ്യം സ്തുതി കൊടുക്കുന്നുണ്ട്. ലുത്തിനിയായിൽ പിതാവായ ദൈവത്തോടും പുത്രനായ ദൈവത്തോടും പരിശുദ്ധാത്മാവായ ദൈവത്തോടും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നും ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ എന്നും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. നമ്മുടെ കത്തോലിക്കാ വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കുന്നു.